ഫ്രണ്ട്സ്, ടേസ്റ്റ് ആൻഡ് ടേസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റെജീന. നിങ്ങൾക്കെല്ലാവർക്കും സുഖമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാനിവിടെ വന്നിരിക്കുന്ന വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് ടിക്ക ചിക്കൻ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമുക്കിനി ഈ റെസിപ്പിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 350 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. ഇത് ഒരു വലിയ ക്യാപ്സിക്കം, ഒരു വലിയ ഉരുളക്കിഴങ്ങ്, പെപ്പർ പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, ചാറ്റ് മസാല, ടിക്ക മസാല, ജീരകപ്പൊടി, കേർഡ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്യാം. മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അതിന് ശേഷം നമുക്കിത് തയ്യാറാക്കാം. മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ട്രേ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഓയിൽ പുരട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു 15 മിനിറ്റോളം വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തതാണ്. ഇത് ഏത് സൂപ്പർ മാർക്കറ്റിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റിക്കാണ്. പിന്നെ അതിന് വേണ്ടി കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഒരു പീസ് ചിക്കൻ എടുക്കാം. അതിനുശേഷം പൊട്ടറ്റോ എടുക്കാം. അതിനുശേഷം ക്യാപ്സിക്കം, അതുപോലെ തന്നെ ചിക്കൻ, പിന്നെ പൊട്ടറ്റോ, പിന്നെ ക്യാപ്സിക്കം, പിന്നെ സെയിം ഇത് തന്നെ ചിക്കൻ, പൊട്ടറ്റോ, ക്യാപ്സിക്കം. പിന്നെ നമുക്ക് ഒരു ചിക്കൻ വെക്കാം. ഞാൻ ഇതിന്റെ കൂടെ ഇട്ട മസാലകള് നിങ്ങൾക്ക് ഏത് സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുള്ള മസാലകളാണ്. അതായത് ചാറ്റ് മസാല, ടിക്ക മസാല ഏത് സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇത് ഓവൻ വീട്ടിൽ ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് ഫ്രൈ പാൻ ഉപയോഗിച്ചാണേലും നിങ്ങൾക്കിത് ഉപയോഗിക്കാം. ഫ്രൈ പാനിൽ കുറച്ച് ഓയിലൊക്കെ പുരട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിലേക്ക് വെച്ച് നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. അതിനു മുമ്പായിട്ട് ഞാനിവിടെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ കുറച്ചായിട്ട് ഇതിലേക്ക് പുരട്ടി കൊടുക്കാം. ഞാനിതിവിടെ ഓവനിലാണ് വെക്കുന്നത്. അത് 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് ആദ്യം 20 മിനിറ്റ് വെക്കും. രണ്ടാമത് നമ്മളിത് മറു സൈഡ് തിരിച്ചിട്ടിട്ട് നമ്മൾ ഒന്നോടെ അത് കുക്ക് ചെയ്യും. അങ്ങനെ 2 പാർട്ടായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറു സൈഡ് തിരിച്ചിടാൻ നേരത്ത് നമ്മൾ പിന്നെയും ഈ ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്.
അടുത്ത പാർട്ടിൽ നമ്മൾ 20 മിനിറ്റ് ഒന്നോടെ നമ്മൾ ഗ്രില്ല് ചെയ്യും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പാർട്ട് കുക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് അടുത്ത സൈഡിലേക്ക് നമുക്ക് ഈ ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 40 മിനിറ്റ് നമ്മൾ ഓവനിൽ ഗ്രില്ല് ചെയ്തെടുത്തതാണ്. വളരെ സ്വാദിഷ്ടമായ ഒരു റെസിപ്പിയാണിത്. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നിങ്ങൾക്ക് അറിയാം വളരെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും